മനീഷ്, അതീവ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ഈ മൃതദേഹത്തിന് 4 ദിവസം പഴക്കമില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കണം. അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിവരങ്ങൾ എങ്ങനെ? ശ്രീനിധി, അനൂപ്, വലിയ ദുരൂഹതകൾ നേരത്തെ മുതൽ തന്നെ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മൃതദേഹം ലഭിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട കാര്യം ആ മൃതദേഹം ലഭിച്ച സ്ഥലം തന്നെയാണ്. അവിടേക്ക് ഈ പറഞ്ഞ ശ്രീനന്ദ പോകേണ്ട ഒരു ആവശ്യവുമില്ല. മാത്രമല്ല, അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളുടെ കണ്ണിൽപ്പെടാതെ അവിടേക്ക് പോകാൻ കഴിയില്ല. പാർക്കിംഗ് ലോട്ടിൽ ആ സമയത്തൊക്കെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 2 ഫോട്ടോകൾ എടുക്കുന്ന ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പ്, ആ 10 മിനിറ്റിന്റെ ഒരു ഗ്യാപ്പിലാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. മാത്രമല്ല, നേരത്തെ ഷാരിഖ് സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അവിടെയുള്ള ഭിക്ഷക്കാരുണ്ടായിരുന്നു, അവരെ പരിശോധിച്ചില്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയില്ല. മാത്രമല്ല, അവിടെ ഒരു കടയിലേക്കാണ് സ്നിഫർ ഡോഗ് ആദ്യം ഓടിച്ചെല്ലുന്നത്, അവിടെ പരിശോധന നടത്തിയില്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചില്ല, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ 100 സേനാംഗങ്ങൾ വരുന്ന ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, സ്ട്രൈക്കിംഗ് ഫോഴ്സ് വന്ന് അവിടെ പരിശോധന നടത്തുന്നതും അങ്ങനെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. 1500 അടി താഴ്ചയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. അവിടെ നിന്നും മൃതദേഹം മുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. എന്തായാലും അത് മുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും രാത്രിയോട് കൂടിയായിരിക്കും ഇവിടേക്ക് എത്തിക്കുക. ഏറ്റവും പ്രധാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ വിശദീകരണം എന്ത് എന്നുള്ളതാണ്. കാരണം മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയായി പോലീസ് നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം എന്തായാലും IG-യുടെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്നുള്ളൊരു പ്രതികരണം, എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും വേണം. കാരണം കുടുംബം അത്രയധികം ആരോപണങ്ങൾ എന്തായാലും നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. അനൂപ്, ശ്രീനിധി. മനീഷ് മൂർത്തി പറഞ്ഞതുപോലെ തന്നെ മൃതദേഹം അവിടെ നിന്ന് എടുക്കണം. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് തിരിച്ചറിയുക. കുടുംബത്തിന്റെ ആരോപണം അത് പോലീസിന് നേരെ വരെയുണ്ട്, അന്വേഷണ സംഘത്തിന് നേരെയുണ്ട്. അന്വേഷണ സംഘം കൃത്യമായി അത് ആക്ട് ചെയ്തില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. അതിലെല്ലാം എന്തായാലും അന്വേഷണം വരും. ഷാരിഖും മനീഷ് മൂർത്തിയുമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.